ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അതാ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ ദിവസമായി വീഡിയോസ് ഒന്നും ഇടാണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല ജലദോഷവും പനിയും ചുമയൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ. അച്ഛന് കെട്ടുന്നതിനൊക്കെ കഴിഞ്ഞു, മലയ്ക്ക് പോയി വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ അമ്മ തന്നെ ആയതുകൊണ്ട് അപ്പോൾ അമ്മേൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ട് അവിടെ കുറേ പയറൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വയലാണ് ഇതൊക്കെ. അപ്പോൾ വയലിൽ വെള്ളം നനയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വേണ്ട, വയലിൽ ഇതുപോലെ കുളം കുത്തിയിട്ടുണ്ട്. വേണ്ട, കുളത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടാട്ടോ ഈ പയറിനൊക്കെ നനയ്ക്കണേ. അതുപോലെ തന്നെ അപ്പുറത്ത് ചീരയൊക്കെ ഉണ്ട്, ചുമന്ന ചീര, പയർ, മുള്ളങ്കി, പിന്നെ ഇടയ്ക്ക് കവുങ്ങും തോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. വേണ്ട വെള്ളം. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളം ഇങ്ങനെ ഇതാക്കിയിട്ട് ഈ വെള്ളം ബക്കറ്റിലെടുത്തിട്ടാണ് ഈ പച്ചക്കറിയൊക്കെ നനയ്ക്കാറ്. വയലായതുകൊണ്ട് നല്ല വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. തന്നെ ഇതുപോലെ ഇങ്ങനെ വെള്ളം കെട്ടി ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇവിടെ മൃഗശല്യമൊക്കെ ഉണ്ട്. എന്നാലും നമ്മളവിടെ മണ്ണുവെയിൽ പോലെയല്ല, ഇവിടെ അത്രയ്ക്ക് മൃഗശല്യമൊന്നും ഇല്ല. അതുകൊണ്ടോ ഇങ്ങനെ ഒരു ബൊമ്മയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. മൃഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ അമ്മ രാവിലെ ആയാലും ഈ പച്ചക്കറി പറമ്പിലേക്ക് ഇറങ്ങും. പറമ്പിൽ തേയിലയൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പച്ചക്കറി തോട്ടത്തിലേക്ക് പച്ചക്കറീൻ്റെ പണികളൊക്കെയാണ്. നമ്മളവിടെ കുറച്ചൊക്കെ നട്ടിട്ടുണ്ട് വീട്ടിൽ. പക്ഷേങ്കിൽ വെള്ളം നനയ്ക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അതൊക്കെ എന്തായിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ ഒരാഴ്ചത്തെ ലീവിന് വന്നതാണ് ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക്. ഇപ്പോൾ ഇതാ എന്തോ ഒന്ന് നട്ടിട്ടുണ്ട്, ചീമച്ചെരങ്ങ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണേ. അത് മുള വന്നിട്ടുണ്ട്. കണ്ടോ,